Don't underestimate the power of cockroaches. They are real survivor species. അങ്ങനെയാണെങ്കിൽ ഇതൊരു വിപ്ലവ പാർട്ടികളാണോ എന്ന ചോദ്യത്തിന് നമുക്ക് പൂർണ്ണമായും വിധി പറയാറായിട്ടില്ല. പക്ഷേ അപാരമായ സംഘാടന ഊർജം നിലവിൽ ഈ കോക്രോച്ചസിനുണ്ട് എന്നുള്ളതാണ്. അവർ ഭരണകൂടത്തെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ഭരണകൂടം ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ജനാധിപത്യം പാർലമെന്റിൽ സംഭവിക്കുന്ന ചോദ്യോത്തരങ്ങളിലൂടെയല്ല, തെരുവുകളിലെ അശാന്തികളിലൂടെ, തെരുവുകളിലെ പ്രതിഷേധ പ്രകടനങ്ങളിലൂടെ, തെരുവുകളിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങളിലൂടെ, സംഘാടനത്തിലൂടെ, മനുഷ്യച്ചങ്ങലയിലൂടെയാണ് ജനാധിപത്യം അതിൻ്റെ പൂർണ്ണതയെ പ്രാപിക്കാൻ വേണ്ടിയുള്ള യാത്ര തുടരുന്നത്. ആ അർത്ഥത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ വരവിനെ സ്വാഗതം ചെയ്യുകയാണ്. പ്രായം കൂടി പോയി, ഇല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ഒരു പക്ഷേ അവർക്കൊപ്പം ഇറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിക്കണമെന്ന് തോന്നുന്നുണ്ട്. രണ്ടു കാരണങ്ങളാലാണ്. കാരണം രൂപം കൊണ്ട് 3-ാം നാൾ രാജ്യത്തെ ഭരണകൂട പാർട്ടിയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവുക, 6 ദിവസമാകുമ്പോഴേക്കും 2 കോടിയിലധികം ഫോളോവേഴ്സുമായി മുന്നോട്ട് പോവുക. ഇതിനകം തന്നെ വിവിധ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അഭിജിത് ദീപ്കയ്ക്കെതിരെ വരിക. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഭരണകൂടം ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ചെറുപ്പക്കാരെ. അഭിജിത് ദീപ്കെ ഒരു ജെൻസി ഒന്നുമല്ല, മില്ലേനിയൻ കിഡാണ്. 30 വയസ്സായി. 95-ലായിരുന്നു ജനനം. 96 വരെയാണല്ലോ മില്ലേനിയം ജനറേഷൻ. അത് കഴിഞ്ഞാണ് പിന്നീട് ജെൻസിയും ആൽഫയും ഒക്കെ വരുന്നത്. പക്ഷേ ജെൻസിക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഭാഷയിൽ, പുതുതലമുറയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഭാഷയിൽ കോക്രോച്ച് ജനതാ പാർട്ടി ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഏതു ഭരണകൂടവും സൂക്ഷിച്ചു കേൾക്കേണ്ടതാണ്. 2010-ൽ ടുണീഷ്യയിൽ ഒരു മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായി. എന്താ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാവാനുള്ള കാര്യം? മുഹമ്മദ് ബോസിസി എന്ന് പറയുന്ന 26 വയസ്സുള്ള ഒരു ഉന്തു കച്ചവടക്കാരൻ, അയാളുടെ വണ്ടി പോലീസ് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കം. ഒടുവിൽ ആ മനുഷ്യൻ ആത്മാഹുതി ചെയ്തു. ആ ആത്മഹത്യയുടെ തീജ്വാലകളാണ് പിന്നീട് ടുണീഷ്യൻ നഗരത്തെ മുഴുവൻ ചുട്ടരിക്കും വിധത്തിലുള്ള വിപ്ലവ കൊടുങ്കാറ്റായി മാറിയത്. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഒടുവിൽ ടുണീഷ്യൻ ഭരണാധികാരിക്ക് നാടുവിട്ടു പോകേണ്ടി വന്നു 2010-ൽ. അത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അത് നേരെ ഹൊസ്നി മുബാറക്കിന് ഈജിപ്തിലേക്ക് പടർന്നു. അത് പാപ്പിറസ് വിപ്ലവമായി മാറി. ടുണീഷ്യയിലെ മുല്ലപ്പൂ വിപ്ലവം ഈജിപ്തിലെ പാപ്പിറസ് വിപ്ലവമായി മാറി. നമ്മൾ ശ്രീലങ്കയിൽ കണ്ടു ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധം. പ്രസിഡന്റിന്റെ രാജകൊട്ടാരത്തിന്റെ സ്വിമ്മിംഗ് പൂളിൽ സാധാരണ ജനത നീന്തി തുടിക്കുന്ന കാഴ്ച കണ്ടു. നേപ്പാളിൽ കണ്ടു ജൻസി പ്രതിഷേധം, പ്രക്ഷോഭം. അപ്പോൾ ജൻസി ആണെങ്കിലും പുതിയ തലമുറയാണെങ്കിലും ജനരോഷം എന്ന് പറയുന്നത് ഒരു പ്രളയം പോലെയാണ്. ജനങ്ങൾക്ക് രോഷം സംഭവിച്ചാൽ, അവർ കോപാകുലരായാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പാർലമെന്റിൽ വരൂ, സമ്മതിക്കാം, ജന്തർ മന്ദിറിൽ പോകൂ, അവിടെ നിങ്ങൾ സംഘടിക്കാം എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ്.